ജിൻഡോയും ഋഷിയും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ് ലൈവിൽ നടന്നുകൊണ്ടിരുന്നത്. മീറ്റിംഗിനിടയിൽ വീണ്ടും ശരണ്യെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീക്കില് ജിൻഡോ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഋഷി. ഓൾറെഡി ജിൻഡോ പറയുന്നുണ്ട് അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്തതല്ലേ, ലാലേട്ടൻ വന്നപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ, ഗെയിം അതിന്റെ രീതിയിൽ എടുക്കാൻ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഈ കാര്യം സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ വീണ്ടും ജിൻഡോയോട് തട്ടിക്കേറുന്ന ഋഷിയെയും ഗബ്രിയെയും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമല്ല, കഴിഞ്ഞ വീക്ക് അഭിഷേകും എന്നെ അറ്റാക്ക് ചെയ്തിരുന്നു, എന്നെ മാത്രമല്ല ടവർ ടാസ്കില് വളരെയധികം അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന അഭിഷേകിനെ കണ്ട് കുറെ പേർക്ക് അതിനിടയിൽ പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അഭിഷേകിന്റെ പേര് എടുത്തിട്ട ഉടനെ വീണ്ടും ചാടി കയറി ജിൻഡോയുടെ നേരെ പോവുകയാണ് ഋഷി. അഭിഷേക് അറ്റാക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ച് താൻ സംസാരിക്കേണ്ട, താൻ അറ്റാക്ക് ചെയ്ത രീതിയിലല്ല അഭിഷേക് അറ്റാക്ക് ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഋഷി ചെല്ലുന്നത്. കഴിഞ്ഞ വീക്കിലെ ടവർ ടാസ്ക് കണ്ട ആൾക്കാർക്ക് അറിയാം, ജിൻഡോയെ മാത്രം ടാർഗറ്റ് ചെയ്ത് സായും അർജുനും അഭിഷേകും ഒക്കെ ഒരുമിച്ച് ജിൻഡോയെ പിടിക്കുന്നുണ്ടായിരുന്നു. ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ജിൻഡോ അതിൽ പരാതി ഒന്നും പറഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ വീക്കിൽ ഗെയിമിലുണ്ടായ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഋഷിയും മറ്റ് പലരും അവിടെ എടുത്ത് സംസാരിക്കുകയാണ്. താൻ എന്തിനാ അഭിഷേകിനെ കുറിച്ച് പറയുന്നത്, അഭിഷേക് അറ്റാക്ക് ചെയ്തെങ്കിലും അത് കഴിഞ്ഞ ഉടനെ തന്നെ സോറി ചോദിച്ചു എന്ന് പറയുന്നു. അപ്പൊ ജിൻഡോ പറയുന്നു ഞാനും സോറി ചോദിച്ചാണെന്ന്. അപ്പൊ എനിക്കൊരു സംശയം, അഭിഷേക് അറ്റാക്ക് ചെയ്തിട്ട് സോറി ചോദിച്ചാൽ കുഴപ്പമില്ല, ജിൻഡോ അറ്റാക്ക് ചെയ്തിട്ട് സോറി ചോദിച്ചാൽ എന്താണ് പ്രശ്നം? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന ഋഷീനെ അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് വരെ ജിൻഡപ്പ എന്ന് പറഞ്ഞ ജിൻഡോയുടെ കൂടെ നടക്കുന്ന ഋഷീനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ പവർ ടീമിൽ കയറി പവറൊക്കെ കയ്യിൽ വന്നതിന് ശേഷം ഗബ്രിയുടെ ടീമുമായിട്ട് ഗബ്രിയുടെ കൂടെ നിന്ന് കളിച്ചതിന് ശേഷം ഇപ്പോ ഗബ്രിയെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഋഷീനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വിഷയമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഋഷി അത്രയും വലിയൊരു ബഹളം അവിടെ കൂട്ടുന്നത്. ശരിക്കും സൺഡേ എപ്പിസോഡിൽ തന്നെ ആ ഒരു വിഷ്വൽ പ്ലേ ചെയ്ത് കാണിച്ച് ജിൻഡോ അല്ല ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചതെന്നും അത് ക്ലിയർ ആയിട്ട് തന്നെ ലാലേട്ടൻ സംസാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു തർക്കം ഈ വീക്കിൽ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ വിഷ്വല് മാത്രം പ്ലേ ചെയ്ത് കാണിച്ച് ഗെയിമിന്റെ രീതിയിൽ എടുക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് പോകുന്ന ലാലേട്ടനെയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു വിഷയം ഇവിടെ വിടാന്ന് പറയുന്നു, എന്നാൽ ഋഷി അവിടെ വിടുന്നില്ല, വീണ്ടും അതേപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജിൻഡോ ഋഷിയുടെ നേരെ ചെല്ലുന്നു, നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? അപ്പൊ ഋഷി വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ഉഗ്രൻ അടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത്രയും നാളും ഒരു കോമഡി പീസായിട്ടാണ് ഋഷി ജിൻഡോനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ കോമഡി പീസ് അല്ല, ശരിക്കും ജിൻഡോ ഒരു ഗെയിമർ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജിൻഡോനെ അറ്റാക്ക് ചെയ്യുന്ന ഋഷിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും.